സങ്കീർത്തനം 1:2 യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ രാവും പകലും ഇല്ലാതെ ആ വചനത്തെ ഡ്രീം ചെയ്യുന്നവൻ, ആ വചനത്തിൽ സന്തോഷിക്കുന്നവൻ. അടുത്ത വാചകം നിങ്ങൾക്കറിയാവോ? ആ ആള് തോട്ടരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലിരിക്കും. എന്നിട്ട് വചനം പറയുവാണ്, അത് തക്ക കാലത്ത് ഫലം കായ്ക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞ എല്ലാ സീസണിലും അത് ഫ്രൂട്ട് ഉണ്ടാക്കും. ഞാൻ നിങ്ങളോട് പറയാം, ആരാണോ ദൈവവചനത്തെ ധ്യാനിക്കുകയും ദൈവവചനത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത്, അവരോട് എനിക്ക് പറയാനൊന്നുണ്ട്. അതത് കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ അനുഭവിക്കാതിരിക്കുകയില്ല. ഞാനൊരു ക്ലോസ് പറഞ്ഞു, നിങ്ങൾ ആ ക്ലോസ് കേട്ടില്ല. നിങ്ങളല്ല അനുഗ്രഹം അനുഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചു. പക്ഷെ ഞാൻ വേറെ ക്ലോസ് പറഞ്ഞ ക്ലോസ് ഇതാണ്: വചനത്തോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കുകയും വചനത്തോടൊപ്പം ഇരിക്കുകയും നിങ്ങൾ ചെയ്താൽ ആ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് സീസണൽ ബ്ലെസ്സിങ്സിനെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നിന്റെ ഇല വാടുകയില്ല, നിന്റെ സാഹചര്യം നിന്നെ തളർത്തുകയില്ല. ഈ പകൽ സാഹചര്യങ്ങൾ തളർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നോ വേ. സാഹചര്യം നിന്നെ തളർത്തുകയില്ല, തളർത്താൻ കഴിയുകയില്ല. ആരെങ്കിലും ദൈവവചനത്തോട് കൂടെ സഞ്ചരിക്കാനും അവന്റെ വചനത്തെ, അവന്റെ വെളിപ്പാടുകളെ, വചനത്തിൽ നിന്നുള്ള വെളിപ്പാടുകളെ തന്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാനും ചെയ്താൽ സീസണൽ ബ്ലെസ്സിംഗിൽ നിങ്ങൾ ജീവിക്കും. സീസണൽ ബ്ലെസ്സിംഗ്സ് കാലഘട്ടങ്ങൾക്ക് ദൈവം നൽകി വെച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്നത് നിങ്ങൾ അനുഭവിക്കും.